ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്ന് വീണ്ടും ഞാനിതാ വന്നിട്ട് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഇതാക്കണം ഞാനിത്തിരി ദോശ ചുടാണ് കേട്ടോ. നമ്മൾ കലക്കി പരന്ന ദോശയാണ് ചുടുന്നത്, നീർദോശ എന്ന് പറയും. ഞങ്ങളതിന് സാധാരണ കുരു ദോശ എന്നും കൂടി പറയും കേട്ടോ. നമുക്ക് എന്ന് രാവിലെ കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടി തന്നെയാണല്ലേ നമ്മളെ ദോശ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ അരച്ചിട്ടാണ് കേട്ടോ, അപ്പം തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ചുടുന്ന ദോശയാണിത്. അപ്പോൾ അതാ ദോശകളൊക്കെ ഒന്നുകൊണ്ട് ചുട്ടിട്ട് എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ നമ്മളെ ദോശയ്ക്ക് ഇന്ന് ചെറുപയർ കൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, നമ്മളെ ചെറുപയർ വെള്ളത്തിലിട്ടതിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ ചെറുപയർ വെള്ളത്തിലിട്ട് കഴിഞ്ഞേക്കിൽ ഇതാക്കണം പുതർന്ന് കഴിഞ്ഞ് പച്ച കളറുണ്ട് ഇളകിയിട്ടുണ്ട് ഇട്ടതിൽ. അതായത് ഇതിൽ ഇവർ കളറ് ഇട്ടതിന് ശേഷമാണ് ഇത് വിൽക്കാൻ വെച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ ഒന്നുള്ള മനസ്സ് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, ഇത് റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചു. കടക്കാർ എന്തായാലും ഇപ്പോൾ അവർക്ക് അതിൻ്റെ സംഭവങ്ങൾ അറിയില്ലല്ലോ, അവർ എവിടെ നിന്നേക്ക് ഇറക്കണതായിരിക്കും അല്ലേ. അപ്പോൾ കണ്ടോ പച്ച കളർ, ഇത് വീഡിയോയിൽ അത്ര തന്നെ അല്ല കേട്ടോ, ശരിക്കും പച്ച കളർ അടിച്ച ചെറുപയർ തന്നെ ആയിരുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, ഇത് നമ്മളെ അനുഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ 4 ചിക്കൻ കൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞന്ന് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കണില്ല, പിന്നെ പോയി വന്നിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതാക്കണോ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉപ്പ് ഇട്ടെടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒക്കെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് കൂട്ടി തിരുമ്മി കുറച്ച് സമയം അവിടെ വെക്കണം. അപ്പോൾ ഇതാക്കണോ ഇനി നമ്മൾ അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ആ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കുഴ അപ്പോൾ അതാ ഒന്ന് അടച്ച് വെക്കട്ടെ. ഇനി നമ്മൾ ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കറിവേപ്പില എല്ലാതും കൂടി ഇട്ടിട്ടൊന്നുണ്ട് വഴറ്റി കൊടുക്കും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ ഉള്ളിയൊക്കെ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്നുകൊണ്ട് വഴന്ന് വരട്ടെ. പിന്നെ നമ്മളെ ചിക്കൻ കറിൻ്റെ രുചി കൂടണം വെച്ചെങ്കിൽ ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി വഴന്ന് വരുന്നത് കുറവായി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറീൻ്റെ രുചി കുറയും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴന്നിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഞ്ഞേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല കുറച്ച് നമ്മൾ എന്താ പറയുക ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി ഈ സമയത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളെ ചിക്കൻ്റെ മേത്ത് നന്നായിട്ട് നമ്മളെ പൊടികളൊക്കെ തേച്ച് നല്ലോണം പൊടിപ്പിച്ചവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇനി മസാലപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനുണ്ട് ഒരു തക്കാളി നല്ലോണം അരച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ സമയത്ത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെ തക്കാളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് വെന്ത് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതാക്കൊണ്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ തക്കാളീൻ്റെ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ നമ്മളെ ചിക്കൻ വേവണ സമയത്ത് അതിൽ നിന്ന് വെള്ളം പൊങ്ങി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലോണം അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കുക, ഇടയ്ക്കൊന്നുണ്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും തൂവി കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തപോലൊന്നും ഉണ്ടാക്കി വെക്കൊണ്ടു, നല്ല ടേസ്റ്റാണ് നമ്മൾ ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. പക്ഷേ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു, നമ്മൾ അമ്പലത്തിൽ പോണതുകൊണ്ട് ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കാത്ത ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ തീരിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. നല്ലോണം കത്തിക്കും ചെയ്യുക, തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചട്ടിയും പോവും ചിക്കനും പോവും. അപ്പോൾ അങ്ങനെ കരിഞ്ഞ് പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാക്കണം നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നമ്മളെ ചായ എന്താ പറയുക നമ്മളെ ദോശ. അപ്പോൾ അമ്മൂനാണ് കേട്ടോ വിളമ്പണ്, ഓക്കൊന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. പിന്നെ അതാ രാവിലത്തെ തിരക്കിന് ശേഷം പിന്നെ ഞാൻ അമ്പലത്തേക്കുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതാ ചിന്നുട്ടി ഇട്ടിട്ട് നമ്മളെ കൂടെ പോകാൻ, അവിടെ അടുത്ത് തന്നെയാണ്, നടന്ന് പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ നാടൊന്ന് ചെറുതായിട്ടൊന്ന് കാട്ടിത്തരാം കേട്ടോ. അത് കണ്ടോ നമ്മളെ പാടത്ത് കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അതാക്കണം ചെറിയൊരു തോട് പോകുന്നുണ്ട്. തോട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ, വീതി കുറഞ്ഞിട്ട് നല്ല നീളത്തിലൊക്കെ കിടക്കണം, നല്ല അടിപൊളി തോടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇനി അമ്പലത്തിലൊക്കെ ഒന്ന് പോയാണ്ട് വരട്ടെ. ചിന്നുവിനെ വിളിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. ആൾക്ക് തോടും എന്താ പറയുക പാടൊക്കെ ആയാൽ മതി, അവിടെ നിൽക്കും. അപ്പോൾ ഇതാക്കണു അമ്പലത്തിൽ കുറേശ്ശൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, പൂജകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഈ സമയത്തൊക്കെ ആയിട്ടുള്ളൂ നമ്മളെ നാട്ടുകാരൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ ഓരോട് കുറച്ചൊക്കെ മുണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ചോറൊക്കെ കൊണ്ടിട്ടു പിന്നെ പോന്നു കേട്ടോ.
അപ്പോൾ നമ്മളെ കയ്യിൽ പ്രസാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ്. ഉച്ചയായിട്ടോ, ചോറൊക്കെ കൊണ്ടിട്ടുള്ള വരവല്ലേ. പിന്നെ അതാ വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് കൂണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിന്നുട്ടി വിട്ടില്ല. അവൾക്ക് കൂണായാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെന്നെ അതൊക്കെ കഷ്ണം മുറിച്ചിട്ടുണ്ട്. കഷ്ണം മുറിച്ചത് പറഞ്ഞാൽ നമ്മളെ കൂർക്കപ്പേരിക്ക് നുറുക്കണ പോലെയൊക്കെ ഇട്ട് നുറുക്കിയിട്ടുള്ളത്. എല്ലാതും അവളെന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, കുക്കിങ്ങിനോട് താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെന്നേ, നമുക്കൊരാശ്വാസമല്ലേ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നല്ല ഇഷ്ടം പോലെ ചെയ്തു വന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കൂണ് മസാലയൊന്നും ഇല്ലാതെ വെറുതെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു അന്ന് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളായിരുന്നു. അങ്ങനെ ചിന്നന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും തന്നെ അതിന് എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആളെന്നെ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടാക്കാം, ഞാൻ ഹെൽപ്പറായാൽ മതി എന്നാണ് അവൾ പറഞ്ഞത്. അവൾ കുക്കിംഗ് ചെയ്യുക, ഞാൻ അവളെ ഹെൽപ്പറും. അപ്പോൾ അതാക്കൊണ്ട് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കൈയൊക്കെ അവളെ കൈയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണം. ഇത്ര പണിയുള്ളൂ നമ്മളെ കൂണ് വയ്ക്കാൻ. ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം മസാലപ്പൊടിയൊക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കൂണിൻ്റെ രുചി കുറയും കേട്ടോ. ഇതാകുമ്പോൾ കൂണിൻ്റെ നല്ല രുചി തന്നെ നമുക്ക് മുന്നിലേക്ക് കിട്ടും. കുറേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നാട്ടിലെ കൂണാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പച്ചക്കറി വാങ്ങാൻ പോണ സമയത്ത് നമ്മളെ ചിന്നു കൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓളവിടെ വെച്ചിട്ട് അത് കരസ്ഥാക്കും. അതിനുള്ള സംസാരം രീതികളൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മളോട് ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതെന്തായാലും വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ അതാക്കണു നമ്മളെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ അതാ നമ്മളെ കൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത്ര വേണം എനിക്ക്. അപ്പോൾ അതാക്കൊണ്ട് നല്ലോണം ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ വേവിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ ഇത് കുക്കായി കഴിഞ്ഞതിന് ശേഷമോ വീഡിയോ എടുക്കണ കാര്യം അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ പിന്നെ വേവിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോഴാണ് പിന്നെ ഒരു കാപ്പി കുടിച്ചാൽ തിരക്കിടില്ല തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ പാല് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മളെ ബ്രൂ കോഫീൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതിന് 2 രൂപ വിലയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഇത് വേസ്റ്റ് ആവില്ല, കുപ്പിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ കട്ടയൊക്കെ ആയി കഴിഞ്ഞാൽ നാശാവലാണ് പതിവ്. അപ്പോൾ അതാക്കണം ഞാൻ കോഫിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് തന്നെ ഒരു കാപ്പിയൊക്കെ ഇനി കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.